ഒരു പാട്ട് കേട്ടില്ലേ നിങ്ങൾ? വിശുദ്ധനായ സെബസ്ത്യാനോസേ, വരിക്കറിയില്ല. ഈ ആത്മാവിന് കൂട്ടായിരിക്കണമേ. പള്ളിയിൽ വന്ന് പെട്ടു. ആരോ കയ്യിൽ ഒരു കുരുത്തോലയും കൊടുത്തു. ഈ കുരുത്തൊക്കെട്ടൻ്റെ കയ്യിൽ അതിൻ്റെ ഇടയിൽ തൂറാൻ മുട്ടിയെ ഇങ്ങനെ നിൽക്കുന്നത് കുരുത്തോലയും പിടിച്ചിട്ടു. അവിടെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ബോട്ട് പോയാലോ? ആ മുഖഭാവം കണ്ടില്ലേ? വെളിക്കിറങ്ങാൻ മുട്ടിയിട്ട് നിൽക്കുന്ന മുഖഭാവത്തിട്ട് നിൽക്കുന്നത്. ഈ ആത്മാവിന് കൂട്ടായിരിക്കണേ. വിശുദ്ധനായ സെബസ്ത്യാനോസേ, ദുഃഖവെള്ളിയാഴ്ച ദിവസം നമ്മുടെ കോഴിമാമൻ കുരുത്തോല പെരുന്നാളിന് കുരുത്തോലയായിട്ടാണ് നിൽപ്പ്. ദുഃഖവെള്ളിയാഴ്ച ദിവസം അറിഞ്ഞത് ശരിയാണെങ്കിൽ തൃശ്ശൂർ ഏതോ ഒരു പള്ളിയിൽ ഇയാൾ കുരിശിന് കയറാനുള്ള ഒരുക്കത്തോട് കൂടിയിട്ട് അതൊക്കെ ഒരുങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇങ്ങനെ മറ്റേ കൈയൊക്കെ വെച്ച് കുരിശുമ്മ തൂക്കിയിട്ടിട്ട് ഒരു കോണം മാത്രമേ ഉണ്ടാവുള്ളൂ. കോണമല്ല, ഷെഡി, ഒരു തോർത്തുമുണ്ട് പോലെ. ജീസസ് ക്രൈസ്റ്റിന് അങ്ങനെയായിരുന്നല്ലോ. അവരെയാളെ വഴിയിൽ കൂടെ കൊണ്ട് നടക്കുന്ന പറഞ്ഞ കേൾക്കണം BJP-ക്കാർ. എങ്ങനെയെങ്കിലും എന്ത് തന്നെ കോപ്രായം കാണിച്ചിട്ടും കോമഡി കാണിച്ചിട്ടാണെങ്കിലും 10 വോട്ട് ആൾക്കാർ പിന്നെ കുറേ കഴിയുമ്പോൾ പറയും പാവം അതിന് ഒരു നിങ്ങൾ എന്തിനാ വെറുതെ രാഷ്ട്രീയം വേണം? എത്ര നേരമായി 3 വർഷമായി കിടന്നത് ഇപ്പോൾ തൃശ്ശൂർ എടുക്കാൻ നടക്കുന്നു. ഒരു വോട്ട് ഇത്തവണ അയാൾക്ക് കൊടുക്ക്. അതിൻ്റെ പേരിൽ ഇവിടെ LDF-ഉം UDF ഒന്നും നശിക്കാൻ പോകുന്നില്ല. ഇത്തവണ അയാൾക്ക് വോട്ട്. പല വീട്ടിലെ സ്ത്രീകളും പറയുന്നത് നിങ്ങൾ ആർക്ക് കൂടി വോട്ട് ചെയ്യും? ഞാൻ ആ പാവത്തിനാ വോട്ട് ചെയ്യാൻ വേണേ, പാവാണ് എന്ന് ക്രിസ്ത്യൻ അമ്മമാർ വരെ പറയുന്നുണ്ട്. അതുപോലത്തെ കോപ്രായങ്ങളല്ലേ കാണിക്കുന്നത്? പഴയ കുറേ പരിപാടികളും കൊണ്ട് ന്യൂ ജനറേഷന് മുമ്പിൽ ആ കളികൾ നടക്കില്ല. ഇയാളുടെ സിനിമാഭിനയം റോട്ടിലും എവിടെ പോയി കഴിഞ്ഞാലും ഞാൻ പണ്ട് SFI ആയിരുന്നു. EMSനോട് ചോദിച്ചാലും അറിയാം, ഗോവിന്ദനറിയില്ല. ഇയാളുടെ മനസ്സിൽ ഇപ്പോഴും ആ ഡയലോഗുകളാണ്. ഇയാൾക്ക് സ്വന്തമായി ഡയലോഗൊന്നും ഇല്ലെന്നാണ് തോന്നണേ. തന്തയും തള്ളയും കൊടുത്ത ഡയലോഗൊന്നും ഇല്ലെന്നാണ് തോന്നണത്. ഏതായാലും ഇയാളുടെ ആ അടവുകൾ, ഞാൻ മന്ത്രിയാവാൻ പോവുകയാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? തമിഴ്നാട്ടിൽ അണ്ണാമല മന്ത്രിയാവും പോവാത്രേ. പൊൻ രാധാകൃഷ്ണൻ മന്ത്രിയാവാം. എല്ലാവരും ഇത് പറഞ്ഞിട്ടാണ് വോട്ട് വാങ്ങിക്കുന്നത്. ഇതൊക്കെ സത്യമാവുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് ഒരുത്തൻ രാജീവ് ചന്ദ്രശേഖർ മന്ത്രിയാവാൻ പോവുക. ദേശീയ മന്ത്രി. അയാൾ അവിടെ വിമാനത്താവളം, തൃശ്ശൂർ വിമാനത്താവളം, ശോഭാ സുരേന്ദ്രൻ ജയിച്ചാൽ ആലപ്പുഴയിൽ മറ്റേ വിമാനത്താവളം, MT രമേശ് ജയിച്ചാൽ കോഴിക്കോട് വിമാനത്താവളം. ഇപ്പം മലപ്പുറത്തല്ല, കോഴിക്കോട് വിമാനത്താവളം മലപ്പുറത്താണ്. കോഴിക്കോട് വിമാനത്താവളം സന്ധ്യമാര് നിൽക്കുന്നുണ്ട്. സീറ്റ് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഗോപാലകൃഷ്ണൻ, ഒട്ടാം ഗോപാലകൃഷ്ണൻ സീറ്റ് കിട്ടിയിട്ടില്ല. അപ്പം കേരളത്തിലൊരു 10-20 മറ്റേ ഇതാണ് വരാൻ പോണത്, വിമാനത്താവളം വരാൻ പോകുന്നത്. മന്ത്രിമാരുടെ എണ്ണം ഇവർ ഞങ്ങൾ മന്ത്രിയാവും, ഞാൻ മന്ത്രിയാവും, ഞാൻ മന്ത്രി, ഞാൻ മന്ത്രി, ഞാൻ മന്ത്രി, ഞാൻ മന്ത്രി, ഞാൻ മന്ത്രി
ഈ മന്ത്രിമാര് എല്ലാവരും മന്ത്രിയായി ചുരുങ്ങിയത് മോഡിയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ 400 മന്ത്രിമാര് 400 മന്ത്രിമാര് എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാൽ എന്താണ് അവിടെ എല്ലാം മന്ത്രിമാർ മാത്രം. 400 മന്ത്രിമാര്, 400 സീറ്റും 400 മന്ത്രിമാർ, എല്ലാവരും മന്ത്രിമാരാ. ശോഭാ സുരേന്ദ്രൻ പറയുന്നത് ഞാൻ ജയിച്ചാൽ അവിടെ വനിതകളെ മന്ത്രിയാക്കും, അപ്പൊ ഞാൻ മന്ത്രിയാണ്, ഷോറായിട്ട് മന്ത്രിയാവും എന്നാണ് പറയണത്. ഇവിടുന്ന് പോകുന്നൊരു മുഴുവൻ മന്ത്രി, സുരേഷ് ഗോപി മന്ത്രി, അത് നേരത്തെ പറയാൻ തുടങ്ങി. അപ്പൊ ഈ പരിപാടിയായിട്ട് പുതിയ പിള്ളേരെ അടുത്ത് വരുമ്പോ എന്താ അമ്മാവോ എന്ന് ചോദിക്കുക അവര്, രാഘവോ. പുതിയ പിള്ളേർക്കൊന്നും ഇത്തരം കോപ്രായങ്ങൾ അവർക്ക് ഇത് എത്ര കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഇത്തരം തമാശകൾക്കൊന്നും അവരുടെ അടുത്ത് യാതൊരു പ്രസക്തിയില്ല, ഏൽക്കില്ല അവിടെ. ഇപ്പൊ സുരേഷ് ഗോപിയെ വിളിക്കുന്നത് ഇങ്ങനെയാണ്, ഇന്നസെന്റ് വിളിച്ച പോലെ മാവോ രാഘവോ. അവസരക്ക് എത്തിയിട്ടുണ്ട്, കളിയാക്കാണ് ആൾക്കാർ. പോസ്റ്ററുകളിലൊക്കെ പഴയ പോലെ വെറുതെ ഇങ്ങനെ നിൽക്കുന്ന പോസ്റ്റർ, അത് വേണ്ട. അതായത് പാസ്പോർട്ട് സൈസ് വേണ്ട. അതിന് പകരമാണ് ഇങ്ങനെയുള്ള നടന്നു പോകുന്ന സമയത്ത് ക്ലിക്ക്, ഇങ്ങോട്ട് കാണിക്കുന്ന സമയത്ത് ക്ലിക്ക്, അങ്ങോട്ട് കാണിക്കുന്ന സമയത്ത് ക്ലിക്ക്, ഇങ്ങോട്ട് കാണിക്കുന്ന സമയത്ത് ക്ലിക്ക്, അങ്ങോട്ട് നോക്കുന്ന സമയത്ത് ക്ലിക്ക്, ഇങ്ങോട്ട് കാണിക്കുന്ന സമയത്ത് ക്ലിക്ക്, 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 ക്ലിക്ക്. നീ ഫോട്ടോ എടുത്തോടെ, എന്നിട്ട് നമുക്ക് സെലക്ട് ചെയ്തിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് വിടാം. ഇവിടെ ഈ പള്ളിയിൽ വന്ന് കയറി നിൽക്കുമ്പോൾ ഏതാ പള്ളി ഇത്? ഏതോ ഒരു പള്ളി ഇത് എഴുതിയിട്ടുണ്ട്, എവിടെ എഴുതിയിട്ടുണ്ട് അറിയില്ല എവിടെയാണ്. ആ പള്ളിയിൽ വന്ന് നിൽക്കുമ്പോൾ കുരുത്താടെ കയ്യിൽ കൊടുക്കുമ്പോഴും അതിൻ്റെ ചുറ്റും അടിയിലും മേലെയും എല്ലായിടത്തും ക്യാമറാമാൻമാരാ. ആ പള്ളിക്കാരെന്ത് നാറികളാ. അവിടെ ഒരു അച്ഛനുണ്ടാവില്ല, അയാൾക്ക് പറഞ്ഞൂടെ അതേ അയാൾ പോയി അവിടുന്ന്. അങ്ങനെയല്ല അല്ലേ, കടക്ക് പുറത്ത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അതൊക്കെ. അത് പറയാമായിരുന്നില്ലേ? പക്ഷെ ഇപ്പം RSകാരെ കണ്ട BJP കാരണ്ട അച്ഛന്മാരുടെ മുട്ടുകാർ കൂട്ടിയിടിക്കും, പേടിയാ. അല്ല, അവരായിട്ടൊന്നും പറയാനില്ല. പോസ് ചെയ്താണെന്ന് തോന്നില്ല. അതായത് പണ്ടൊക്കെ നമ്മളെങ്ങനെയാ, നമ്മൾ ശ്രീനിവാസനും പാർവതി കൂടി ഫോട്ടോ എടുത്ത് തുറക്കണം ലിംഗം നിന്നിട്ട്. അപ്പോൾ പിന്നെ തലം കുറച്ചും കൂടി മാറ്റും, ഇങ്ങോട്ട് മാറ്റും, ഇങ്ങോട്ട് നോക്കും, ഒന്ന് ചിരിക്കും എന്നൊക്കെയും പറയില്ല. ഇപ്പം അങ്ങനെയല്ല, അങ്ങോട്ട് ഫോട്ടോ എടുത്ത് കൂട്ടുക, അതിൽ നല്ല ഫോട്ടോ നമ്മൾ പബ്ലിഷ് ചെയ്യും. അപ്പം പോസ് ചെയ്തെടുക്കുന്ന ഫോട്ടോ എന്ന് തോന്നില്ല. ഏതായാലും പുതിയ ന്യൂ ജനറേഷന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പരിപാടികളെന്നൊക്കെയാണ് വെച്ചിട്ടുള്ളത്. കണ്ടു കാണാൻ എപ്പോഴും എന്തായിരിക്കും സംഭവിക്കാൻ പോണതെന്നർത്ഥം. നാട്ടുകാർക്കിടയിൽ ചെല്ലുക, അവരുമായിട്ട് സംസാരിക്കുക, പ്രായമാരെ കെട്ടിപ്പിടിക്കുക, പെൺകുട്ടികളെ ഇങ്ങനെ കാണുന്ന സമയത്ത് ജ്യൂസ് കെട്ടിപ്പിടിച്ച് ജ്യൂസ് ഊറ്റുക, തട്ടുകടയിൽ കയറി ചായ കുടിക്കുക. ഇത് രസം വെച്ചാൽ തട്ടുകടയിൽ കയറി ചായ കുടിക്കുന്നു എന്നുള്ള ചായക്കടക്കാരൻ്റെ പൈസ കൊടുക്കുമ്പോൾ വേണ്ട സാറിൻ്റെ എത്ര സിനിമ എനിക്ക് സാറ് വലിയ ഇഷ്ടമാണ്. അതല്ല, അങ്ങനെയല്ല, നിങ്ങളിത് വാങ്ങിക്കൂ, നിങ്ങൾ വാങ്ങിക്കണം, അത് നിങ്ങളുടെ അവകാശമാണ്. കൊടുക്കുന്നു. സാറ് 100 രൂപയുണ്ട്, അത് കയ്യിൽ വെച്ചോളൂ എന്നൊക്കെയും പറഞ്ഞ് ഈ 100 രൂപ കൊടുക്കുമ്പോൾ അവിടെ ദിവസക്കൂലിക്ക് ആളുകളെടുത്ത് 10-12 പേരെടുത്തിരിക്കുക, 10,000 രൂപ ശമ്പളം അവർക്ക് ദിവസം കൊടുക്കണം. ഒരു ചായ കുടിക്കാൻ കയറുമ്പോൾ പിന്നാലെ കയറി ഇങ്ങനെയും കാണിച്ചിട്ട് വീഡിയോ എടുക്കാനും സ്റ്റില്ലെടുക്കാനും പിന്നാലെ ആൾക്കാരാ. അവരൊക്കെ ഓരോ കാറുകളിലാണ് വന്നിട്ടുള്ളത്. എന്തിനാണ് ഈ വേഷം കെട്ട്? ഇതൊക്കെ ആർക്കും അറിയാത്ത കാര്യങ്ങളാണോ? പള്ളിയുടെ അകത്ത് കയറിയിട്ട് കുരുത്തോലയും പിടിച്ചു വെക്കുമ്പോഴുണ്ട് ചുറ്റും കാക്കൂട്ടിലും മേലെയും അവിടെ ഇവിടെ എല്ലാം ഡ്രോണുകളടക്കമെല്ലാം. അവിടെ നിൽക്കുന്ന ആൾക്കാരുടെ കോൺസെൻട്രേഷൻ, അവരുടെ ഏകാഗ്രത നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള കോമഡി വേഷം. നഗരത്തിനകത്ത് കാണിക്കുന്ന സമയത്ത് നല്ല ടിപ്പ് ടോപ്പ്, ഗ്രാമത്തിൽ പോകുമ്പോൾ ഡബിൾ മുണ്ടും പട്ടിച്ചെരുപ്പും. ഒരു സ്ഥലത്ത് വളരെ റിച്ചായിട്ട്, വേറൊരു സ്ഥലത്ത് ദാരിദ്ര്യത്തിൻ്റെ രൂപവും. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് എഡിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കോളൂ. കയറി വരുന്ന സമയത്ത്
മാസ് എൻട്രി ആയിട്ട് കാണിക്കാൻ വേണ്ടി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും, തട്ടുതകർപ്പൻ മ്യൂസിക്. ഏതായാലും ഇപ്പോൾ നോമ്പുകാലാണല്ലോ. നോമ്പുകാലത്തിൽ വലിയൊരു ദോഷം എന്താണെന്ന് വെച്ചാൽ മൈക്ക് സെറ്റുകാർക്ക് വലിയ സ്കോപ്പൊന്നുമില്ല. നോമ്പുകാലത്ത് പ്രാർത്ഥനയും ഉപവാസവും ഉപാസനയായിട്ട് ഒതുങ്ങിക്കൂടുകയല്ലേ. കല്യാണങ്ങളൊന്നും ഉണ്ടാവില്ല, യാതൊരു പ്രോഗ്രാംസും ഉണ്ടാവില്ല. അതൊരു ഓഫ് സീസണാണ്. ഇപ്പോൾ നോമ്പുകാലം ഒരു മാസം ഓഫ് സീസണാണ്. അപ്പം അത് കിടന്ന് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇപ്പോൾ ഇലക്ഷൻ വന്നതോട് കൂടിയിട്ട് അവരുടെ കാര്യം കുശാലായി. പാർട്ടി പ്രവർത്തകരായിട്ടുള്ള ഫോട്ടോഗ്രാഫർമാരുണ്ട്, പക്ഷേ അതെന്ന് പറഞ്ഞാൽ അത്ര മാത്രമേ ഉള്ളൂ. അത് പോരല്ലോ. ക്ലോസപ്പ് വേണം, ലോങ് ഷോട്ട് വേണം, പലതരത്തിലുള്ള പ്രൊഫൈലുകൾ വേണമല്ലോ. അപ്പം അതിനു വേണ്ടി പ്രൊഫഷണലായിട്ടുള്ള ഫോട്ടോഗ്രാഫർമാരെയാണ് ക്ഷണിക്കുന്നത്. ഫോട്ടോയും വീഡിയോയും എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത് 2 ലക്ഷം, 3 ലക്ഷം, 4 ലക്ഷം രൂപയാണ് ഓരോരുത്തർ കോൺട്രാക്റ്റ് വെച്ചിട്ടുള്ളത്. സാധാരണ ക്യാമറയൊന്നുമല്ല, 50-60 ലക്ഷങ്ങളുടെ ക്യാമറയാണ്. അതുകൊണ്ടാണ് നടക്കുന്നത്. ചായ കുടിക്കാൻ പോണവേ. സ്ഥാനാർത്ഥികളെല്ലാം വോട്ട് പിടുത്തത്തിനോടൊപ്പം ഫോട്ടോ പിടുത്തത്തിൻ്റെ തിരക്കിലാണ്. കാർ അപ്പുറത്ത് നിർത്തും എന്ന് പറയുക. ആ പോകുന്ന വഴിയിലൊരു ചായക്കടയുണ്ട്, ഞാൻ അവിടെ ചായ കുടിക്കാൻ കയറും. ഞാൻ അവിടെ പകുതി സമയം നിൽക്കും, ബാക്കി പകുതി സമയം അവിടെ ഇരിക്കും. ആ ചായക്കടക്കാരനെ കെട്ടിപ്പിടിക്കും. ചായക്ക് 10 രൂപയാണെങ്കിൽ 100 രൂപ കൊടുക്കും. ഇതൊക്കെയാണ് അവിടുത്തെ തിരക്കഥ. കേട്ടല്ലോ. ആ ശരി. പിന്നെന്താ പറയുക, ഇങ്ങനെ ക്ലാപ്പ് അടിച്ചു, ആക്ഷൻ, അത് ക്യാമറ സ്റ്റാർട്ട്, ആക്ഷൻ. അതൊക്കെയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കുരുത്തോലയും പിടിച്ച് പള്ളിയിൽ നിൽക്കുകയെല്ലാം മുട്ടുകുത്തി നിന്നാലും ബുദ്ധിയും ബോധമുള്ള ഒരു ക്രിസ്ത്യാനികളും തനിക്ക് വോട്ട് ചെയ്യാൻ പോകില്ല. കാരണം എന്താ, അവരുടെ മനസ്സിൽ മണിപ്പൂരുണ്ട്, അവരുടെ മനസ്സിൽ പുത്തമ്പള്ളിയുണ്ട്. ഏഷ്യയിലെ ഏറ്റവും വലിയ പള്ളിയാണ് പുത്തമ്പള്ളി, നിസ്സാരമല്ല. ഏഷ്യയിലെ ഏറ്റവും വലിയ പള്ളിയാണ്. ആ പള്ളിയെ പൊളിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് പാലയൂർ പള്ളി, അർത്തുങ്കൽ പള്ളി. ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ടേ അവർ വോട്ടെടുപ്പിന് പോവുള്ളൂ. അന്നേ ദിവസമാകുമ്പോൾ കാലത്ത് അന്ന് രാത്രി ആരംഭിക്കും. പാലയൂർ പള്ളി പൊളിക്കും ഞങ്ങൾ, പുത്തൻ പള്ളി പൊളിക്കും ഞങ്ങൾ, അർത്തുങ്കലും പൊളിക്കും ഞങ്ങൾ. ഇത് ജനമനസ്സിലേക്ക് കയറ്റിവിടും. മറ്റെന്തു സഹിക്കും? വിശ്വാസത്തിൻ്റെ പേരിലുള്ള അവരുടെ മനസ്സിൽ കുടിയേറിപ്പാർത്തുള്ള ചില സങ്കല്പങ്ങൾ, അതിനെ തകർക്കാൻ അതൊരിക്കൽ പോലും ഒരു രാഷ്ട്രീയ നേതാവിനും കഴിയില്ല. വിശ്വാസത്തെ പിടിച്ച് കളിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ലൂർദ് പള്ളിയിൽ കിരീടം കൊടുത്തപ്പോൾ തന്നെ 10 വോട്ട് 5 വോട്ടായി. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് മുഴുവൻ കളിതമാശ. എവിടെ ചെന്ന് കഴിഞ്ഞാലും കുറെ പെൺകുട്ടികൾ കൂടും. സുരേഷ് ഏട്ടാ, അയ്യോ സുരേഷ് ഏട്ടാ ഒന്ന് തൊടട്ടെ, സുരേഷ് ഏട്ടാ ഉമ്മയ്ക്കേട്ടാ, സുരേഷ് ഏട്ടാ കെട്ടിപ്പിടിക്കോ സുരേഷ് ഏട്ടാ. അതിപ്പോൾ ഈ സിനിമാക്കാരാകുമ്പോൾ എല്ലായിടത്തും ഉള്ളതാണത്. നാളെ മറ്റേത് മമ്മൂട്ടി മോഹൻലാലും വേണ്ട ഏതൊരു ചോട്ടാ മൂട്ട സിനിമാക്കാരനാണെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാർ കൂടും. പക്ഷേ സ്ഥാനാർത്ഥി വന്ന അത്ര ആൾക്കാർ കൂടണമെന്നില്ല. പക്ഷെ വോട്ട് പോകുന്ന അവിടേക്കായിരിക്കും. എന്തായാലും ദുഃഖവെള്ളിയാഴ്ച ഈ ആത്മാവിന് കൂട്ടായിരിക്കണമെന്നും പറഞ്ഞ് കുരിശിൽ തൂങ്ങിക്കിടക്കണ ചാണക കോഴിയെ നമുക്ക് കാണാം. അതുവരെ അയാൾ ചെയ്യും, കിണ്ടി ഈ കണ്ടെന്നായാലും അതുവരെ ചെയ്യും. എന്നിട്ട് എന്താ സംഭവിക്കുക? ബുദ്ധി ബോധമുണ്ടെങ്കിൽ ഇപ്പോഴേ ചിന്തിക്കാവുന്ന കാര്യമേ ഉള്ളൂ. കെട്ടിവെച്ച പണം പോകുന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇയാൾ ഇത്രമാത്രം കോലാഹലങ്ങൾ സൃഷ്ടിക്കുന്ന സമയത്ത് ചിലവരുടെ കമ്മ്യൂണിസ്റ്റുകാർ, LDFൻ്റെ ആൾക്കാർ, UDFൻ്റെ ആൾക്കാർ, അവരുടെ മനസ്സിൽ, ചിലവരുടെ മനസ്സിൽ ചില സംശയങ്ങൾ ഉരുത്തിരിഞ്ഞുകൂടാന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് വാങ്ങിക്കൂ. അതുകൊണ്ട് അവർ കൂടുതൽ അലർട്ടഡാകുകയാണ്. അവരെ പ്രോഗ്രാം വലിയ രീതിയിൽ മൊബിലൈസ് ചെയ്യണം അവർ. അപ്പം എന്താ ഉണ്ടാകുക? സ്വാഭാവികമായിട്ട്
ഒരു സിംഹത്തിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന മാൻകുട്ടിയുടെ പോലെ വലിയ പ്രിപ്പറേഷൻസ് ആണ് എടുക്കുന്നത്. സുരേഷ് ഗോപി ഇവിടെ വന്ന് ആദ്യത്തെ പ്രാവശ്യവും രണ്ടാമത്തെ പ്രാവശ്യം മത്സരിക്കാൻ വന്നത് മുതൽക്കുണ്ടാക്കിയിട്ടുള്ള എല്ലാ വിധത്തിലെ വിഡ്ഢിത്തങ്ങളും കോമാളിത്തങ്ങളും കാണാത്ത വേഷങ്ങളും അമ്മൂമ്മയുടെ കഥകളി വേഷങ്ങൾ ഇതെല്ലാം എടുത്ത് വാരി വെതറാൻ സന്നദ്ധരായിട്ട് നിൽക്കുകയാണ് LDFിൻ്റെയും UDFിൻ്റെ ആൾക്കാർ. അതിൽ തന്നെ പാഠം 1 ചെമ്പ് കിരീടം അവിടെ നിന്നാണ് തുടങ്ങുന്നത്. നാണം കെട്ടാൻ ഇത് ഇയാളെ ജയിപ്പിച്ച് വിട്ടാൽ അത് തൃശ്ശൂരിൻ്റെ അപമാനമല്ല, കേരളത്തിൻ്റെ മൊത്തം അപമാനമായിരിക്കും. ഇയാൾ കേരളത്തിന് മൊത്തം അപമാനം ഉണ്ടാക്കും. ഈ കോമാളിത്തരം തന്നെയല്ലേ അവിടെ പോയ ഒരാൾ കാണിക്കാൻ പോവുക, അടിമ. നമസ്കാരം.